ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ഏകാദശി എന്ന പേരിൽ തന്നെയാണ് ഈ ഏകാദശി ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത്. ഭഗവാന്റെ പ്രതിഷ്ഠ നടന്ന ദിവസം അന്നേ ദിവസമാണെന്ന് കരുതപ്പെടുന്നു. കൂടാതെ ഭഗവാൻ അർജുനന് ഗീത പറഞ്ഞുകൊടുത്തത് അന്നേ ദിവസമാണെന്ന് കരുതപ്പെടുന്നു. ഇങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് ഈ ഗുരുവായൂർ ഏകാദശി. അപ്പോൾ ഈ ഏകാദശി ദിവസം നമുക്ക് ഭഗവാന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നതിൽ ഏറ്റവും പ്രസിദ്ധമാണ് ഏകാദശി ഉപവാസം അഥവാ നോമ്പ്. ഏകാദശിക്ക് 3 ദിവസങ്ങൾക്കാണ് പ്രാധാന്യം. അതായത് ദശമി, ഏകാദശി, ദ്വാദശി. ഈ 3 ദിവസങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി വ്രതം എടുക്കേണ്ടതുണ്ട്. അതിലെ ആദ്യത്തെ ദിവസമായ ദശമിയുടെ അന്ന് രാവിലെ നേരത്തെ എണീറ്റ് കുളിക്കുകയും പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി ഒരു ഭക്ഷണവും കഴിക്കാൻ പാടുള്ളതല്ല. ഒരിക്കൽ ഊണോടുകൂടി എടുക്കുന്ന ചിലരുണ്ട്. അവർക്ക് ഉച്ചയ്ക്ക് മാത്രം അരിഭക്ഷണം ആവാം. രാത്രിയാവട്ടെ ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല. പിറ്റേ ദിവസം ഏകാദശി ദിവസം രാവിലെ നേരത്തെ എണീക്കുകയും കുളിച്ച് ശുദ്ധിയാവുകയും തുളസി തീർത്ഥം സേവിച്ച് ഏകാദശി വ്രതം തുടങ്ങുകയും ചെയ്യുക. ക്ഷേത്രങ്ങളിൽ പോകുന്നവർ ആണെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന നെല്ലും അരിയും അടങ്ങിയ തീർത്ഥം സേവിക്കരുത്. അരിഭക്ഷണം ഒഴിവാക്കിയിട്ടാണ് നാം ഉപവാസം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് തുളസി മാത്രം അടങ്ങിയ തീർത്ഥം സേവിക്കാം. ചില ക്ഷേത്രങ്ങളിൽ ഉപവാസം എടുക്കുന്നവർക്കായി ഇളനീർ തീർത്ഥവും കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് സേവിച്ചുകൊണ്ട് ഏകാദശി വ്രതം ആരംഭിക്കാം. പൂർണ്ണമായിട്ടുള്ള ഉപവാസത്തോടുകൂടിയുള്ള ഏകാദശി വ്രതം എങ്ങനെയാണ് എന്ന് വെച്ചാൽ അന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടുള്ളതല്ല. പകൽ ഉറക്കം പാടില്ല. പിറ്റേ ദിവസം ദ്വാദശി ദിവസം നേരത്തെ എണീക്കുകയും കുളിക്കുകയും പാരണ വിടുകയും ചെയ്യുക. പാരണ വിടുന്ന സമയത്ത് വീട്ടിൽ നിന്ന് തുളസി തീർത്ഥമോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥമോ കുടിക്കാം. അക്ഷതം ഉണ്ടെങ്കിലും കുടിക്കാം. കാരണം പാരണ വിടില്ലേ. എന്നിട്ട് പ്രാതലും ഉച്ചയ്ക്ക് ഊണും കഴിക്കാം. ഉച്ചയുറക്കം ഒഴിവാക്കുക. അന്നും രാത്രി ഭക്ഷണം ഒഴിവാക്കുക. രാത്രി ഒന്നും തന്നെ കഴിക്കാൻ പാടുള്ളതല്ല. ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതിന് പിന്നിലെ കഥ എന്ന് പറയുന്നത് ഒരിക്കൽ രുക്മാംഗദൻ ഏകാദശി നോറ്റിട്ടുള്ള സമയത്ത് ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് മോഹിനി വന്ന് കാല് തലോടുമത്രേ. ഈ മോഹിനിയെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയതാണ്. അപ്പോൾ ഏകാദശി നോറ്റവർ ഉറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കാല് തഴുകിക്കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന ആ ഏകാദശി വ്രതത്തിൻ്റെ പുണ്യത്തിൽ നിന്നും 1/6 ഭാഗം ഈ മോഹിനിക്ക് ലഭിക്കും എന്നാണ് വിശ്വാസം. അങ്ങനെ കുറേ പേർ ഉറങ്ങിക്കഴിഞ്ഞാൽ കുറേ പുണ്യം ലഭിക്കും. അങ്ങനെ വേഗം തിരികെ സ്വർഗത്തിലേക്ക് തന്നെ പോകാം. അതുകൊണ്ടാണ് ഏകാദശി നോൽക്കുന്ന സമയത്ത് ഉറങ്ങാൻ പാടില്ലെന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഏത് പ്രായക്കാർക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കാം. തങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വേണം വ്രതം അനുഷ്ഠിക്കാൻ. ചിലർ ഒന്നും കഴിക്കാതെ, അതായത് പച്ചവെള്ളം പോലും കുടിക്കാതെ വ്രതം അനുഷ്ഠിക്കും. എന്നാൽ ചിലരാകട്ടെ വെള്ളം മാത്രം കുടിച്ചും വ്രതം എടുക്കും. വേറെ ചിലർ പാൽ, പഴം മുതലായ ലഘുവായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിച്ച് വ്രതം എടുക്കും. മറ്റു ചിലർ അരിഭക്ഷണം മാത്രം ഒഴിവാക്കി റവ പോലുള്ളവ കഴിച്ച് വ്രതം എടുക്കും. ഇങ്ങനെ 4 തരത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട്. തങ്ങളുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഇതിൽ ഏത് രീതിയും തിരഞ്ഞെടുക്കാവുന്നതാണ്. ദശമി, ദ്വാദശി നാളുകളിൽ രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ചിലരുടെ ആരോഗ്യസ്ഥിതി മോശമാകാം. അങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ്. കാരണം ബുദ്ധിമുട്ടി ഏകാദശി എടുക്കണം എന്ന് ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല. എല്ലാം ഭഗവാന്റെ അടുത്തേക്കുള്ള ഒരു സമർപ്പണമാണ്. ആരോഗ്യസ്ഥിതി മോശമായി തളർന്നു വീണാൽ വ്രതം മുറിക്കേണ്ട അവസ്ഥ വരുന്നത് ഒഴിവാക്കാനാണ് ഇങ്ങനെ പറയുന്നത്. ഏകാദശി വ്രതം എടുക്കുന്ന സമയത്ത് നെല്ലിക്ക കഴിക്കുന്ന ഒരു പതിവുണ്ട്. ദ്വാദശിയുടെ അന്നാണ് ഇത് കഴിക്കുന്നത്. ഇതിനെ ദ്വാദശിക്കായ എന്നും പറയാറുണ്ട്. കേരളത്തിൽ ഉള്ളവർ കൂടുതലായും അരിഭക്ഷണം ആണ് കഴിക്കുന്നത്. നമ്മൾ കൂടുതൽ കഴിക്കുന്നത് എന്താണോ അത് നാം ഒഴിവാക്കുക എന്നാണ് പറയാറ്. പണ്ട് മുത്തശ്ശിമാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് കുഴിച്ചിട്ടാൽ മുളയ്ക്കാത്തത് എന്താണോ അത് കഴിക്കാം എന്നാണ്. പാൽ, പഴം, വെള്ളം മുതലായവ കുഴിച്ചിട്ടാൽ മുളയ്ക്കാത്തത് കൊണ്ട് ഇത് കഴിച്ച് ഉപവാസം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ്. പൂർണ്ണമായ ഉപവാസത്തിനാണ് ഫലം കൂടുതൽ കിട്ടുക. അത്രയധികം ത്യാഗം സഹിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്നത് കൊണ്ടാണിത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഉപവാസമാണ് ഏറ്റവും നല്ലത്. തങ്ങളുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് വേണം വ്രതം നോൽക്കാനായിട്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് നാം ത്യജിക്കുക.
പൂർണ്ണമായിട്ടുള്ള ഉപവാസം അല്ലെങ്കിൽ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കും. കൂടെ ഭഗവാന്റെ അടുത്തുള്ള പ്രാർത്ഥനയും നാമജപവും എല്ലാം വേണമെന്നാണ് പറയുന്നത്. ആദ്യം നാം ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിനെ സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ എല്ലാം നമുക്ക് കൃത്യതയോടുകൂടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആത്മസമർപ്പണമാണ് പ്രധാനം. നാം ചെയ്യുന്നത് എന്താണോ അത് ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വൃത്തിയായിട്ട് ചെയ്യാനും ഏകാദശി നോൽക്കാനും ശ്രദ്ധിക്കുക. പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്തും ഏകാദശി നോൽക്കുന്ന സ്ത്രീകളുണ്ട്. ക്ഷേത്രങ്ങളിൽ പോകാനോ അവിടുത്തെ തീർത്ഥം സേവിക്കാനോ സാധിക്കില്ലെന്ന് മാത്രമേയുള്ളൂ. ഉപവാസം എടുത്തുകൊണ്ട് ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് എന്താണോ ഇഷ്ടം അത് ത്യജിച്ചുകൊണ്ട് ഭഗവാനെ സേവിക്കാനാണ് പറയുന്നത്. നാരായണ നാമം ചൊല്ലാം. ഏത് അശുദ്ധിയായാലും നമുക്ക് നാരായണ നാമം ചൊല്ലിക്കൊണ്ട് വ്രതം എടുക്കാം. പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത് തീർച്ചയായും വ്രതം എടുക്കാവുന്നതാണ്.